പഠിക്കാനെങ്കിൽ എന്നിട്ട് വന്നതെല്ലാം കേൾക്കണം എന്നെ വഹിച്ചതെന്ന് പറയുന്നത്. ആ പിന്നെ കേൾക്കാമോ? 7 ദിവസത്തിനുള്ളിൽ എന്നെ ഏതാണ്ട് ജീവിക്കളയുന്നത് എല്ലാം ജീവിക്കളയുന്നത്. ചോദിക്കണം ജീവിക്കളയെന്നൊക്കെ പറയാൻ നിങ്ങൾ എന്തോ അതിനാണ് ഇവരെ കയറ്റി വെച്ചിരിക്കുന്നത്. ഇവരെ ഭീഷണിക്കാണ് ഇവരെ കയറ്റി പൂജാരിയാണ് വെച്ചിരിക്കുന്നത്. ഇവരെ ഇറക്കി കളയാൻ പറയണം. ഇവരെ ഇറക്കണമെന്ന് പറയണത്. ഇവരെ ഇവിടെ കൂലിക്ക് വേണ്ടത് ഇനി ഇവിടെ ഇറക്കണമെന്ന് പറയണം. ഇവരെ ഇവിടെ കൂലിക്ക് വേണ്ടത് ഇറക്കി പോടാൻ പറയണം. എന്നാണ് ഇവരെ കയറ്റി ഒരു പയ്യനുണ്ടായിരുന്നില്ല, ഒരു കൊച്ചു പയ്യന്. അവരിവിടെ വന്നിട്ട് അന്നേരമേ പോവും പൂജയിലേക്ക്. അത് ജോലി പേരെ ഉണ്ടായിരുന്നു അങ്ങനെ. അതൊക്കെ അങ്ങനെ ഞാൻ കൊച്ചുമോനായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അത് രാവിലെ വന്ന് പൂജയെല്ലാം ചെയ്ത് ഓടി ഓടി പൂജ ചെയ്തിട്ട് അങ്ങനെ പാട്ടിന് പോകും. 7 മണിയാകുമ്പോഴത്തേനും എല്ലാം കഴിയും. പോയി കഴിയുക. കയറി ഫോൺ വിളിച്ചിരിപ്പാ ജോലിയത്. ഫോൺ വിളിച്ചിങ്ങനെ ഇടയ്ക്ക് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ ആ മുറിയിൽ ഇടം കയറി ഇരിക്കുന്ന മുറിക്കരെ അപ്പുറത്തെ ഒരു മതിലിന്റെ ഇടയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുക ഫോൺ കൊണ്ട്. എന്തോന്ന് അറിയത്തില്ല, ഞാൻ മയിലോട്ട് കയറി ഇങ്ങനെ ഇരിക്കുക ഫോൺ വിളിച്ച്. ഇങ്ങനൊക്കെ ഇരിക്കുക ഫോൺ വിളിച്ചൊക്കെ ഇരിക്കുകയാണ് അറുപത് സമയം. നമ്മൾ ഇവിടെ കഴിയാ ഏക്കറി നമ്മുടെ മുഖം ഇങ്ങനെ ഇവിടെ വരെ ഈ തൂക്കാലിങ്ങനെ വെള്ളം കെട്ടിക്കാൻ കണ്ടിട്ട് രോഗം വരുന്നത്. 50 വയസ്സായില്ലോടി, 50 വയസ്സായില്ലോടി, 50 വയസ്സായില്ലോടി, 50 വയസ്സായിരുന്നു, 50 വയസ്സായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ 65 വയസ്സുള്ള പത്മജയൊക്കെ കാണണം. പത്മജ അപ്പൊ ഞാൻ അതിനേക്കാട്ടും കുടിച്ചിരിക്കുന്ന ആളാ. പത്മജയെ കാണാൻ കൊച്ചിലെ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ആളെ കാണാൻ കുമ്മരിക്കുമ്മരിയായത് അങ്ങനെ പലരുമുണ്ട്. സുന്ദരമായി മാറുന്നു, സുന്ദരമായി പ്രായം കൂടുന്നു. അന്ന് എത്രയോ പേരുണ്ട് എനിക്കറിയില്ലയോ, നമ്മൾ കണ്ടിട്ടില്ലയോ? പ്രായം വെക്കുന്ന അനുസരിച്ച് നല്ലോണം കൊച്ചിലെ കാണാൻ ഒരു വയസ്സിൽ കൊള്ളാത്തവരും നല്ല പ്രായവും നല്ല നല്ല സുന്ദരന്മാരായി മാറുന്നു, സുന്ദരികളുമായി മാറുന്നു എത്രയോ പേരുണ്ട്. നമ്മളെ എന്റെ കൊച്ചിനെ നമ്മെ കാണിച്ചു എന്റെ മാളുവിന്റെ ഫോട്ടോ അവിടെ കളപ്പിച്ച് വെച്ചിരിക്കുന്ന കാണണം. കളപ്പിച്ച് വെച്ചിരിക്കുക എന്റെ കൊച്ചിനെ. ഭയങ്കര രോഗമാണ്. കുശുമ്പ് കുഞ്ഞാനെ ഉണ്ടാകുന്ന രോഗമായിട്ട് നടക്കുക എന്റെ കൊച്ചിന്റെ പുറകിൽ ഇതുപോലെ ഡെമാറ്റോയിട്ട് നടക്കുക. അവിടെ കണ്ണു പൊട്ടിക്കുന്നൊന്നും വെക്കണം. അവിടുന്ന് ജോർച്ചടിക്കും എന്റെ കണ്ണിലോട്ടെ. എന്റെ കണ്ണു പൊട്ടിക്കാൻ അവിടുന്ന് ജോർച്ചടിക്കുവരെ. എങ്ങനെയൊക്കെ ഒരു കാറ്റ് വേണം അവര്. എന്റെ മോനെ അടിച്ചിട്ട് 3 കോടി കിട്ടിയതുപോലെ ജോബിലോക്ക് മറ്റേ റോസ്റ്റൊക്കെ വേണം. ജോബിലോക്ക് ഞാൻ റോസ്റ്റ് വേണം. റോസ്റ്റ് ഉണ്ടാക്കാൻ നടക്കുക. ജോബിലോക്ക് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസിന് രോഗം ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളോട്. ജോബിലോക്ക് ഇൻഷുറൻസ് വേണം നമ്മൾ. ലോക്ക് ഇൻഷുറൻസ് അവനെന്നെ 7 മണിക്ക് 7 ദിവസത്തിലെ കുറവായിരുന്നു. എല്ലാരും കേട്ടിരിക്കും. എന്നെ 7 ദിവസത്തിനുള്ളിൽ ഇവനെ കാണിച്ചു തരാം, പിന്നെ ശരിയാക്കി കളയും. ഇതിന്റെ എന്തൊക്കെ ഒന്ന് വരണം അങ്ങ് ഉറക്കോടൊക്കെ പറയും അവന്. എന്തോ പറഞ്ഞ ഇത് ഗുരുദേവന്റെ മുന്നിൽ നിന്ന് ഈ ഭീഷണിക്ക് പോയപ്പോൾ എന്തോന്നാണെന്നുള്ളത്. അപ്പൊ ഇവനെയാണല്ലോ അവിടുന്ന് ആദ്യം അടിച്ചെടുക്കാൻ പറയണം. ഇവനെ ആദ്യം അടിച്ചെടുക്കാറുണ്ട്. ഗുരുദേവന്റെ മുന്നിൽ നിന്ന് ഭീഷണി കൂട്ടായ്മ നടത്തുന്നതിൽ അവനെ അടിച്ചെടുക്കാൻ പറയണം അവിടുന്ന്. ഗുരുദേവന്റെ മുന്നിൽ നിന്നാണ് ഒരാളെ കൊല്ലുമെന്ന് ഭീഷണി. എന്നെ വഹിച്ചുകളയുന്നത്, എന്നെ എന്തൊക്കെ വഹിച്ചെന്നാണ് പത്മജ എന്നെ വഹിച്ചെന്നാണ് പറയുന്നത്. അവനെ ഇനി ആദ്യം അടിച്ചെടുക്കണ്ടേ അവിടുന്ന്. ഗുരുദേവന്റെ മുന്നിൽ പൂജ ചെയ്യാൻ വരുന്നതിന് ഭീഷണി കൊണ്ട് നടക്കുക. എന്താണ് അവിടെ എന്റെ 5 CCTV ക്യാമറ ആവശ്യമായിട്ട് ഓടിച്ചത്. എന്റെ 5 CCTV ക്യാമറ ആയിട്ട് ഓടിച്ചത്.
അപ്പനും കൂടെ പോയാ പോയാ ഏത് ദിവസങ്ങളിൽ നമ്മളെ വകവരുത്തണമെന്ന് എല്ലാവരെയും മുന്നിൽ അറിയിച്ചു പറഞ്ഞത്. കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട് നിന്നെ കാണിച്ചു തരാമെന്ന്. കാണിച്ചു തരാമെന്നാ പറഞ്ഞു. കാണിച്ചു തരാമെന്ന് എന്നെ കാണിച്ചു തരാമെന്ന് എന്നെ കാണിച്ചു തരാമെന്ന് 7 ദിവസം. ഇവിടെ ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു വീട് വെച്ചു. ആർക്കും വേണ്ടാത്ത ഒരാളത്തിനകത്ത് കൊണ്ടുപോയി ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇത് മതകൾ നമ്മൾ ഉറങ്ങിപ്പോകും. ചില സമയത്ത് നമ്മളങ്ങ് ഉറങ്ങിപ്പോകും. അതുകൊണ്ട് കുട്ടികളെ കിടക്കരുത്. കൃഷി ആദ്യമില്ല. അത് ഞാൻ ഉണ്ടാക്കി പോകുന്നു. നമ്മളെ കുട്ടികളെ നമ്മൾ തന്നെ ഞാൻ എന്നൊന്നും നോക്കത്തേ ഇല്ല. പോരാ കിട്ടോ കുട്ടി വേണം പറഞ്ഞാല് അടുത്ത മതിയോ കുട്ടി വേണം. ലൈറ്റ് ഓഫ് ആക്കി ലൈറ്റ് ഓഫ് ആക്കി. ഞാൻ ഓഫ് ചെയ്യാൻ പോകും. ഓഫ് ചെയ്ത് തരാം. അമ്മ ഇന്ന് നടക്കട്ടെ, ഇങ്ങോട്ട് വാ. ഞാൻ ഓഫ് ചെയ്യാം. എനിക്കറിയാൻ ചോദിച്ചോ ഞാൻ പണാടിയുണ്ടോ? അച്ഛൻ്റെ വില എന്തോന്നും അറിയത്തില്ല. അടിക്കുക നമ്മുടെ വയറേലും എല്ലാം അടിയാ ജോലി. വയറേലോട്ടും എല്ലാം അടിക്കുക. എന്താ രോഗം? മോരൊക്കെ ഒഴിച്ചായിരുന്നു അങ്ങനെ ചോറിന്. ഇത്തിരി ഉണ്ടോ? ഇരുന്നോ? അമ്മ തിന്നാത്തത് എനിക്ക് ആവശ്യത്തിന് ഞാൻ വളർത്തിനാണ്. എന്താണ് ഇത്രയും ചെയ്യുന്നത്? നോക്കാപ്പോ പുള്ളിക്കാരും കഴിക്കാനൊന്നും ഉണ്ടാക്കിയ പോലെ ഞാൻ